മോളിക്കുട്ടി കൃഷ്ണയുടെ അടുത്തേക്ക് പോയിരിക്കുക. അവിടെ പൂജ കഴിച്ച പ്രസാദവുമായിട്ട് എത്രയും പെട്ടെന്ന് മോളിക്കുട്ടി ഇങ്ങോട്ട് വരും. അവിടേക്ക് ഒരുപാട് ദൂരമല്ലേ, അതുവരെ എനിക്കിങ്ങനെ പേടിച്ചിരിക്കാനൊന്നും പറ്റില്ല. വേറെന്ത് ചെയ്യാന്? ദൈവത്തിന്റെ മുമ്പിലെങ്കിലും മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. കുട്ടിയുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇത് വരുത്തി കൂട്ടിയതാണെന്നതിൽ സംശയമില്ലല്ലോ. തൽക്കാലം പേടിക്കാതിരിക്കും. അയ്യോ, അവിടെ പാമ്പുണ്ട്. പാമ്പ്, ഓ ചെന്ന് നോക്ക്, അവിടെ പാമ്പുണ്ട്. പാമ്പ്. അയ്യോ, പാമ്പ്. ഇതൊരൊഴിഞ്ഞ ഷാമ്പു ബോട്ടിലെ. അല്ലല്ല, ഷെൽഫിന്റെ മുകളിൽ പാമ്പുണ്ട്. അവിടുന്ന് തട്ടിയിട്ടതായിരിക്കും. പാമ്പ്, മഴ പാമ്പുണ്ട്. പാമ്പ്. എന്താ മാഡം? ഞാൻ കണ്ടതാ പാമ്പ് അത്യുയർത്തി നിൽക്കണ ഞാൻ കണ്ടു. അത് ഇങ്ങോട്ടോ എഴഞ്ഞു പോയതായിരിക്കും. ഒന്ന് നോക്ക് ശാന്തി, ഇവിടേക്കൊന്ന് നോക്ക് ശാന്തി. അയ്യോ, എങ്ങോട്ടാ പോയെന്തോ. ചിലപ്പോ മാഡത്തിന് തോന്നിയതാവും. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. ശരിക്കും കണ്ടത്. ശരിക്കും കണ്ടു. ഗാദിക്ക് സർപ്പകോപം ഉണ്ടെന്ന് തന്നെയാ പൂജാരി പറഞ്ഞത്. ഗാദിക്ക് സർപ്പദംശനം ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മാത്രമാണ് ഏക രക്ഷ. നീ പെട്ടെന്ന് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക. കൃഷ്ണയെ, നീ കൂടെ വന്നാലേ ശരിയാവുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ ആദ്യം ഒന്നും അനുസരിക്കില്ല. നീ എന്താ മോളിക്കുട്ടി പറയുന്ന? ഞാനിപ്പോ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാനാ? അവിടെ ഞാൻ വന്നാലും പ്രശ്നമല്ലേ? അനിയൻ സാർ അവിടെ ഇല്ല. വരുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അവിടെ വെച്ച് സർപ്പകോപം കൊണ്ട് ഗാദിക്ക് എന്തെങ്കിലും പറ്റുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ആൾമാറാട്ടത്തിനും മുഴുവൻ എത്ര പേരോട് മറുപടി പറയേണ്ടി വരും? നിനക്കോ അമ്മയ്ക്കോ അനിയൻ സാറിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നീ പറയുന്നതൊക്കെ ശരിയാ. വേറൊന്നും ആലോചിക്കണ്ട. ഗാഥയുടെ അടുത്ത് ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാ ഞാൻ തന്നെ നിന്നിവിടെ തിരികെ കൊണ്ടുവന്നാക്കാം. എന്നാ ശരി, ഞാൻ ഈ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി സമ്മതിക്കാതെ പൂജാരിയെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാനേ മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. മുത്തശ്ശി, പിന്നെ എനിക്കൊന്ന് ഗാദിയുടെ അടുത്ത് പോണം. പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കണം. അവളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലേ? എനിക്കറിയാം മോളെ, നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ട് പോലും അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് ഈ മുത്തശ്ശിക്കറിയാം. മോള് പൊയ്ക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങള് മുത്തശ്ശി നോക്കിക്കോളാം. ശരി മുത്തശ്ശി, പോയിട്ട് വാ പോവാം. അയ്യോ പാമ്പ്! അയ്യോ അയ്യോ പോ! എന്തെങ്കിലും ഒന്ന് ചെയ്യ.
എന്റെ നാഗദൈവങ്ങളെ ഒന്ന് നിർത്തല്ലേ. പേടിക്കണ്ട, നാഗം പോയി. നാഗത്തറയില് ഗാദിക്കുള്ള പരിഹാരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ പൂജാരി ജപിച്ചെന്ന് ചരടാ. കയ്യിന്നത് പോവാതെ നോക്കണം. നീ കളരിക്കലാണോ ഇപ്പോഴും? ആ പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ കൺമുന്നിന്ന് പാമ്പ് പോയതേ ഉള്ളൂ, അവള് പണിയെടുക്കാൻ തുടങ്ങി. എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ഗാദ ടെൻഷനൊന്നും ആവണ്ട. ഗാദി ചതിക്കുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.